ബി.ജെ.പി. ആർ.എസ്.എസ്. മുന്നണി നയിക്കുന്ന കേന്ദ്ര സർക്കാർ എസ്.ഡി.പി.ഐയെ ലക്ഷ്യം വെക്കുന്നതിന് പിറകിലുള്ള കാരണങ്ങളെപ്പറ്റി കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോഴുണ്ടായ ED റൈഡിന് ശേഷം എസ്.ഡി.പി.ഐയുടെ നിരോധനം ഉണ്ടാകുമോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രമുഖമായ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ അവർ പറയുന്നുള്ളത് EDയെ ഉദ്ധരിച്ചുകൊണ്ട് PFIയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ, അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളുടെ പേരിൽ SDPI അടക്കം നിരോധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ SDPIയെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതിന് പിറകിലുള്ള കാരണങ്ങളെപ്പറ്റി നമ്മൾ വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ രാജ്യത്ത് സുപരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കിക്കൊണ്ട് അത്തരം ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് SDPI നടത്തുന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ BJP RSSനെ ചൊടിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ രാജ്യത്ത് സംഘപരിവാറും RSSും ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെയും ആ ഒരു സംവിധാനങ്ങൾ ഈ രാജ്യത്തിന് എത്രത്തോളം ഭീഷണിയാണെന്നും രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഫാസിസ്റ്റ് തേർവാഴ്ചയിലേക്ക് ഈ രാജ്യത്തെ പോകുമോ എന്നുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്നതിലും അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിലും SDPI വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. മറ്റൊരു കക്ഷിയും തങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുമ്പോൾ, ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുമ്പോൾ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചില മുദ്രാവാക്യങ്ങൾ മറന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് ഈ RSSും അതുപോലെ തന്നെ BJPയും സംഘപരിവാരവും ഉയർത്തുന്ന ഈ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ്, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളാണ് SDPI പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഈ അടുത്ത കാലത്തായിട്ട് SDPIക്ക് നേരെയുണ്ടായ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നടപടികൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത്, ഇത്തരം നടപടികൾക്കുള്ള കാരണങ്ങൾ എന്നുള്ളത്. അതായത് ഈ രാജ്യത്ത് RSSനെയും BJPയെയും തെല്ലും ഭയക്കാതെയുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ SDPI ശ്രമിക്കുന്നുണ്ട്. രാജ്യത്ത് നിലവിലുള്ള അവസ്ഥകൾ വെച്ചുകൊണ്ട് ഇവിടത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലരും അവരുടെ കൃത്യമായിട്ട് അവർക്ക് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ജനാധിപത്യ പ്രശ്നങ്ങളെ, ജനാധിപത്യം പോലും അപകടത്തിലാണ് എന്നുള്ളതും, അല്ലെങ്കിൽ ഭരണഘടന പോലും അപകടത്തിലാക്കുന്ന പ്രവണതകൾ ഈ കഴിഞ്ഞ സർക്കാരുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് SDPI സ്വീകരിക്കുന്നത്. ഇത് പൂർണ്ണാർത്ഥത്തിൽ SDPI പറയും പോലെ പറയാൻ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രതിപക്ഷ ശബ്ദമായി, ചെറിയ സംഘടനയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ ശബ്ദമായി SDPIക്ക് നിലകൊള്ളാൻ കഴിയുന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPI കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചയിൽ SDPIയുടെ സംസ്ഥാന സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അജ്മൽ ഇസ്മായിൽ എന്ന SDPI നേതാവ് കൃത്യമായിട്ട് RSS ഈ രാജ്യത്ത് അപകടകരമാവും വിധം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്, അതൊരു തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമാണെന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് SDPI കാലങ്ങളായിട്ട് സ്വീകരിക്കുന്ന നിലപാടാണ്. RSSനെ ഇത്രയും ഉച്ചത്തിൽ വിമർശിച്ചുകൊണ്ട്, ഇത്രയും വിമർശനാത്മകമായ RSSന്റെ ജനാധിപത്യ വിരുദ്ധത പറഞ്ഞ മറ്റൊരു കക്ഷിയും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഒരു ചാനൽ ചർച്ച തന്നെ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ, രാജ്യത്തിന്റെ ജനങ്ങൾക്കിടയിൽ RSSന് തെല്ലും ഭയക്കാതെ ഇത്തരം ഒരു പ്രഖ്യാപനങ്ങളും ഇത്തരം സമര മുദ്രാവാക്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ SDPIക്ക് കഴിയുന്നുണ്ട്. കൃത്യമായിട്ട് കഴിഞ്ഞ 100 വർഷത്തെ പാരമ്പര്യമുള്ള, 100 വർഷത്തിലേറെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന RSS എന്നുള്ള ഒരു സംഘടനയാണ്. ആ RSS എന്താണ് എന്നും
RSSന്റെ പ്രത്യയശാസ്ത്രം എന്താണെന്നും RSSന്റെ അജണ്ടകൾ എന്താണ് എന്നും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ SDPI ഒരളവോളം വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തെല്ലും അഡ്രസ് ചെയ്യാതെയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ SDPI കൃത്യമായിട്ട് ഈ ഭരണകൂടത്തിന്റെ, ഈ സർക്കാരിന്റെ നയങ്ങളെ, ഈ സർക്കാർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ, ഈ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, അതിലെ തൊഴിലാളി വിരുദ്ധതയെ, അല്ലെങ്കിൽ അതിലുള്ള സ്ത്രീ വിരുദ്ധതയെ, അല്ലെങ്കിൽ അതിലുള്ള മറ്റു പ്രശ്നങ്ങളെ, അതിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ, വിലക്കയറ്റമടക്കം, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അരക്ഷിതാവസ്ഥയെ, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ അരക്ഷിതാവസ്ഥയെ, ഇങ്ങനെ സർവ്വ വിഭാഗങ്ങളുടെയും ശബ്ദമായി മാറാൻ SDPIക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ കാല ചരിത്രം ബോധ്യപ്പെടുത്തുന്നുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ അജ്മൽ ഇസ്മായിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൈവെട്ട് കേസിലെ പ്രതിയെ ജയിപ്പിച്ച നാടാണിത് കേരളം. അതുകൊണ്ട് നിങ്ങൾ 4 മെമ്പർമാരെ ജയിപ്പിച്ചു എന്നുള്ളതിന്റെ മസിൽ കാണിച്ചൊന്നും കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുട്ടുമുണ്ട് അഴിഞ്ഞു വീണിരിക്കുകയാണ് അജ്മൽ. നിങ്ങൾ പെരുവഴിയിൽ നഗ്നനായിരിക്കുകയാണ്. നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യമല്ല. ഇത് വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. പോപ്പുലർ ഫണ്ട് പണം കൊടുത്തിരിക്കുന്നു. ഫൈസി സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. ഫൈസി സാഹിബ് ആരാണ് സർ? SDPIയുടെ പ്രസിഡന്റ് അല്ലേ? ഫൈസി സാഹിബിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങളിവിടെ ഒന്ന് ന്യായീകരിക്കുന്നു. ശരി ശരി, അജ്മൽ പറഞ്ഞോളൂ. ഇതെല്ലാം ഉള്ളതാണല്ലോ. ഈ ഡോക്യുമെന്റുകളൊക്കെ കള്ളമാണെന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ഫൈസി എന്ന് പറയുന്നയാൾ നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ്, PFIയിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുന്നത് ഫൈസി സാഹിബ് എന്ന ആൾക്ക് അല്ല, PFIയിൽ നിന്ന് നിർദ്ദേശം കിട്ടിയ കാര്യവും ഇതെല്ലാം നിങ്ങൾ ഇല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞൊഴിയാൻ കഴിയുകയില്ല. താങ്കൾ പറഞ്ഞോളൂ. മഞ്ജുഷേ, RV ബാബു ഇവിടെ പുലമ്പുന്ന സ്വബോധം നഷ്ടപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അനസിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് പ്രൊഫസർ അനസ് എന്ന് പറയുന്ന വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടത് NIA കോടതിയാണ്. NIAയുടെ വിചാരണ കോടതിയാണ്. വെറുതെ വിട്ടതാണ് ആ കേസിൽ. പിന്നെ വെറുതെ എന്തിനാ പറയുന്നത്? ഇനി RV ബാബു പറയുന്ന IS-ന്റെയും അതുപോലെ തന്നെ പ്രവർത്തനത്തിന്റെയും ബന്ധത്തിന് നിങ്ങളെ ഭരണകൂടം കൊണ്ടുവരട്ടെ. പാകിസ്ഥാനിലെ ISI രാജ്യത്ത് പ്രവർത്തനം നടത്തിയത് ഇവിടെ RSSന്റെ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനം നടത്തിയ ഹേമന്ത് കർക്കറെ അടക്കം മുംബൈ ആക്രമണത്തിലൂടെ കൊന്നത് RSS ആണ്. കാവി ഭീകരത മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് കോഡിന്റെ തലവൻ ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു ഇവിടെ കാവി ഭീകരതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ആ ഹേമന്ത് കർക്കറെ അടക്കം വധിച്ച നിങ്ങളാണ് പറയുന്നത് പാകിസ്ഥാന്റെ ISI ബന്ധവുമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ആ ഹേമന്ത് കർക്കറെ കൊന്നത്, രാഷ്ട്രപിതാവിനെ കൊന്നവര്. എന്നിട്ട് RV ബാബു ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഭയങ്കര ജനാധിപത്യത്തിന്റെ വർത്തമാനം പറയുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയുടെ തലപ്പത്തിരുന്ന് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മേല് ഭീകരവാദം ആലോചിപ്പിക്കാൻ താങ്കൾക്ക് എന്ത് ന്യായമാണുള്ളത്? ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കേരള ഹൈക്കോടതി നിങ്ങൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതി നിങ്ങൾ ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാർ 2 തവണ നിങ്ങളുടെ തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു. RSSനെ കുറിച്ച് ഒരു കോടതിയിൽ ഒരു സർക്കാരും തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ല സാർ. നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾ ആദ്യം ചരിത്രം പഠിക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി ഞാൻ ഇടപെടുകയാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലാണല്ലോ SDPIക്ക് ഇപ്പോഴും പ്രതിരോധത്തിന് സഹായമാകുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന ലേബലാണല്ലോ. പക്ഷെ ഇവിടെ തീവ്രവാദം ഇത്തരം
നിലപാടുകൾ. അതായത് ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ തന്നെ SDP പ്രതിനിധീകരിച്ച അജ്മൽ ഇസ്മായിലാണ് പങ്കെടുത്തത്. അദ്ദേഹം ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് RSSനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. RSS ആണ് ഈ രാജ്യത്തിലെ ഏറ്റവും വിധ്വംസക പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനം എന്നാണ് SDP നിലപാട് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നടന്ന പല ആക്രമണങ്ങളിലും കലാപങ്ങളിലും അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലും RSS ആണ് പ്രതിസ്ഥാനത്ത് ഉള്ളത് എന്നും ആ RSS പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹേമന്ത് കർക്കരയുടെ വധമടക്കം അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്നുമാണ് പറയുന്നത്. ഇവിടെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിലനിൽക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ രാജ്യത്ത് RSSനെ സംബന്ധിച്ചിടത്തോളം RSS ഈ രാജ്യത്ത് ചില അജണ്ടകൾ സെറ്റ് ചെയ്യാറുണ്ട്. RSS ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് ആ അജണ്ടകൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഗതികേടിലാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവാറുള്ളത്. പ്രത്യേകിച്ചും ഇവിടത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് അടക്കം അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, BJPക്കെതിരെയുള്ള പ്രതിപക്ഷമായിട്ട് നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവർ ഏത് അജണ്ടകളിൽ നിലകൊള്ളണമെന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തിയായി അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളും അജണ്ടകളും തീരുമാനിക്കുന്ന ഒരു വിഭാഗമായി RSS മാറിയിട്ടുണ്ട്. RSS ചില കാര്യങ്ങളിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരും അന്തരീക്ഷത്തിൽ. അതിൽ പിടിച്ചു തൂങ്ങേണ്ട ഗതികേടിലായിരിക്കും പ്രതിപക്ഷ കക്ഷികളിലുള്ളത്. അല്ല എങ്കിൽ നിങ്ങൾ പാകിസ്ഥാന്റെ ആളുകളാണ്, നിങ്ങൾ ISന്റെ ആളുകളാണ്, ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുക. ഇത്തരം ആരോപണങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുമോ, ഇത്തരം ആരോപണങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുമോ എന്നുള്ളത് പേടിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ RSSനെയോ BJPയെയോ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിമർശിക്കാൻ പലപ്പോഴും തയ്യാറാകാറില്ല, അത്തരം കാര്യങ്ങൾ പറയാറില്ല. കാരണം അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുമോ എന്നുള്ള ഭയപ്പാടാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെ നയിക്കുന്നത്. പക്ഷെ ഇവിടെ SDP ഒരു നിലപാടുമായിട്ട് മുമ്പോട്ട് വരുന്നു. അവർ ഒരു തരത്തിലും രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അത് RSS ഉയർത്തി വിട്ടുകൊടുക്കുന്ന പ്രശ്നങ്ങളാണ്, RSS ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്, RSS ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് RSS ആണ് എന്നുള്ള ഒരു നിലപാടുമായിട്ട് അത്തരം നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു. ആ നിലപാടുകൾ ഒരു മറയുമില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. ആ നിലപാടുകൾ ഒരു മറയുമില്ലാതെ മീഡിയകൾക്ക് മുമ്പിൽ പറയുന്നു, രാജ്യത്ത് വിളിച്ചു പറയുന്നു. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് SDP ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന്റെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള ഓഫീസുകൾ റെയ്ഡ് ചെയ്യുന്നു, അതിന്റെ നിരവധി പ്രവർത്തകരെ ജയിലിലടക്കുന്നു, നേതാക്കന്മാരെ ജയിലിലടക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ BJP RSS നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ SDP നേരെ വരുന്നുള്ളത്. ഇതിന് ഇത്തരം പരാമർശങ്ങളും അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളും ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്തത് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഈ രാജ്യത്തെ കീറി മുറിച്ച പല പ്രശ്നങ്ങൾക്ക് പിന്നിലുമുള്ള ശക്തി എന്നുള്ള നിലയിൽ, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകം എന്നുള്ള നിലയിൽ RSSനെയാണ് SDP കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് SDP ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തകരെ ജയിലിലടച്ചുകൊണ്ട്, നേതാക്കന്മാരെ ജയിലിലടച്ചുകൊണ്ട്, നിരോധനങ്ങൾ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രവർത്തനം നിർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ SDP ഇത്രത്തോളം ആ ഒരു പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രത്തോളം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടും ഒരിക്കൽ പോലും അവരുടെ നയനിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിലകൊള്ളുന്നത്. ഇതിന്റെ പ്രമുഖരായ പല നേതാക്കളെയും ജയിലിലടച്ചിട്ടുണ്ട്, ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കെട്ടാൻ വേണ്ടി EDയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അന്വേഷണ ഏജൻസികളെ വിട്ട് റൈഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രവർത്തകരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലുമുള്ള എല്ലാ രീതിയിലുമുള്ള ഈ ഒരു ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കിയിട്ട് പോലും, ഇവിടുത്തെ ഭരണകൂടം ഉണ്ടാക്കിയിട്ട് പോലും അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് തങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടായാലും രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെയും
നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തങ്ങൾ തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ്. തുടർച്ചയായിട്ടുള്ള അത്തരം ഒരു നടപടികളാണ് SDPIയെ ലക്ഷ്യം വെക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത്. ഇവിടത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ RSSന് അവരുടെ ആളുകളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും SDPI ഉയർത്തിവിട്ടിരിക്കുന്ന ഈ ഒരു പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം, ഈ ഒരു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം, ഈ ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ എല്ലാവർക്കും അവകാശങ്ങൾ കിട്ടേണ്ട, ആ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസ്ഥകൾ ഇല്ലാതാക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉയർത്തിവിട്ടിരിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ RSSനെയും BJPയെയും സംഘപരിവാരത്തെയും ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SDPI ഉയർത്തിവിട്ട ഈ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടത്തെ ഭരണകൂടത്തിന്റെയും അതിനെ നിയന്ത്രിക്കുന്ന RSS സംഘപരിവാരനും ഏറ്റവും വലിയ പ്രശ്നമായതും. നിരന്തരമായ ഇത്തരം വേട്ടയാടലുകൾക്ക് SDPI ഇരയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം.